യൂണിവേഴ്സിറ്റി പാഠസഭയിൽ സുനിത, അതുപോലെ തന്നെ ബുഷ്ര, അസ്ന, നമ്മുടെ ശ്രീരാജ്, വീൽചെയർ പ്രസിഡന്റിന്റെ ഫെഡറേഷന്റെ പ്രതിനിധി അഷ്കർ ഉൾപ്പെടെ നമ്മുടെ മേഖലയിൽ അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചോദിക്കും. എന്തായാലും നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ വാർഷിക പദ്ധതി ശ്രീരാജ് സൂചിപ്പിച്ച പ്രിവിലേജ് കാർഡ് ഈ വർഷം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മാർച്ചിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഏത് സ്ഥാപനം, ഇപ്പോൾ നമ്മുടെ KSEB ഒരു കറണ്ട് ബില്ല് അടയ്ക്കാൻ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടി വീട്ടിലുള്ള രക്ഷിതാവിന് പോയാൽ ഈ കാർഡ് അവിടെ കാണിച്ചു കൊടുത്താൽ നിങ്ങൾ വലിയ വേഗം തന്നെ ബില്ല് അടയ്ക്കാൻ പറ്റും. വാട്ടർ അതോറിറ്റിയിലായാലും വാങ്ങിത്തരും. ആശുപത്രിയിൽ പോയാലും നമ്മൾ ഈ രക്ഷിതാവ് ഈ പ്രയോറിറ്റി കാർഡ് കൊടുത്താൽ വീട്ടിൽ ഇങ്ങനെ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു നമ്മുടെ ഭിന്നശേഷിക്കാരനായ ഒരു കുഞ്ഞുണ്ട് എന്ന മുൻഗണന അവർക്ക് കൊടുക്കുന്നതിനുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കാർഡ് നമ്മളത് സാധ്യമാക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കിട്ടും. സാധാരണ ഈ UDID കാർഡൊക്കെ നിങ്ങളുടെ കൈവശമുണ്ട് അല്ലേ? കുട്ടികളുണ്ട്, നമ്മൾ ക്യാമ്പ് നടത്തിയിട്ട് കിട്ടാനുള്ളവരുണ്ട്. അത് നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡാണ്. അതിനപ്പുറത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതി പറയാം. നമ്മുടെ കുഞ്ഞിനെ വീട്ടിൽ വല്ല തൊട്ടടുത്ത് ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് നേരിട്ട് പോയാൽ അതുവഴി ഈ സാധനം അവിടെ കാണിച്ചാൽ നിങ്ങളെ ആദ്യം കിട്ടും. ആ രീതിയിൽ പൊന്നാനി താലൂക്കിലെ എല്ലാ ഓഫീസ് മേധാവികളുടെയും യോഗം വിളിച്ച് അതിനുശേഷമായിരിക്കും നമ്മൾ ഈ കാർഡ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ സപ്ലൈ ഓഫീസിൽ പോവുക, എല്ലാവരും വീട്ടിലുണ്ടാവും. ഈ കാർഡ് ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടിയെ വീട്ടിൽ നിന്ന് നിർത്തിയിട്ടാണ് ഞാൻ വരുന്നത് എന്നുള്ള ചോദ്യത്തിലേക്ക് അവർ മാറും. അത് നമ്മൾ അവരെ ആ രീതിയിലുള്ള ഒരു ഡയറക്ഷൻ നമ്മൾ പോകും. അപ്പോൾ ഈ വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകിയിട്ട് പ്രോജക്റ്റ് തുടർന്ന് മാർച്ചിന് മുമ്പായിട്ട് നമുക്കത് നടപ്പിലാക്കാൻ സാധിക്കും എന്ന് അറിയിക്കാൻ. മറ്റൊന്ന്, ഇത് പലവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ വീട്ടിലേക്കുള്ള വഴി അത് പ്രയാസം അനുഭവിക്കുന്നതാണ് എന്നുള്ളത്. എന്തായാലും നമ്മൾ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നമ്മൾ തുടങ്ങി വെച്ച സ്നേഹപാത നമ്മൾ ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്കുള്ള പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിന് വലിയ പ്രയാസം നേരിടാറുണ്ട്. ചിലപ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ അത് ആവശ്യമായിട്ടുള്ള ഒരാൾക്ക് ഈ വിവരം അറിയാതെ പോകും. അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു മുൻഗണനാ ലിസ്റ്റ് തയ്യാറാക്കി എത്ര പേർക്കാണ് അങ്ങനെ വീട്ടിലേക്ക് വഴി പ്രയാസമായിട്ടുള്ളത്, അത് ചെയ്തു കൊടുക്കാൻ കഴിയുന്നുള്ളത് കൃത്യതയോട് കൂടിയിട്ട് ഒരു കണക്ക് നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെ അനൗൺസ്മെന്റ് വരുമ്പോൾ അതല്ലെങ്കിൽ കൗൺസിലർമാർ മുഖാന്തരം നമ്മളത് സംഭരിക്കുമ്പോൾ നിങ്ങളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു അപേക്ഷ തയ്യാറാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ശ്രീരാജ് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് മറ്റുള്ളവർ പറഞ്ഞതിനെ കോട്ട് ചെയ്തിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കി. 4 തവണ നമ്മൾ ഭിന്നശേഷി വാർഷിക ഈ ഭരണസമിതി വന്നതിന് ശേഷം 4 തവണ ചേർന്നില്ല. ഏതാണ്ട് 1.5 വർഷക്കാലം നമ്മൾ കോവിഡ് കാലമാണ്. ഇപ്പോൾ 4 വർഷമാണ് ആവുന്നത്. അപ്പം അത്രയും 3 വർഷം ചെയ്തിട്ടുള്ളൂ. നമുക്ക് നഗരസഭയ്ക്ക് ലഭ്യമാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. 7 കോടി രൂപ. എത്ര 7 കോടി. 2 കോടി രൂപ 7 കോടിയിൽ എത്ര ഭാഗം, എത്ര ശതമാനം? 20% കൂടുതലില്ലേ? അപ്പം 5% അല്ല നഗരസഭ വയ്ക്കുന്നത്, അത് കൂടുതൽ നഗരസഭ ഫണ്ട് വയ്ക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പരിമിതിയുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മളെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ഈ അവസാന വർഷം എന്നുള്ള മുൻഗണന നൽകി നിങ്ങളുടെ വിഷയങ്ങൾ എന്താ പറയുക, ചെറിയ രീതിയിലേക്ക് ഒരു 50% നിങ്ങളുടെ വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ട് പടിയിറങ്ങുമ്പോൾ, ഈ ഭരണസമിതി പടിയിറങ്ങുമ്പോൾ ഒരു വളരെ സന്തോഷത്തോടു കൂടി ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞ ഒരു ബോധ്യത്തിലാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നമുക്ക് ഈ സഹായോപകരണങ്ങൾ, മോട്ടോർ സൈക്കിൾ ഉൾപ്പെടെയുള്ള സഹായോപകരണങ്ങൾ സാധാരണഗതിയിൽ മുമ്പ് നമ്മൾ ചെയ്തിരുന്നത് ഈ കെൽട്രോണുമായി സഹകരിക്കും. കെൽട്രോൺ ക്യാമ്പ് നടത്തും. അവരുമായി സഹകരിച്ചിട്ട് എത്രയാണ് കണ്ടെത്തുന്നത്. അങ്ങനെയാണ് നമ്മുടെ കുറേ ആളുകൾ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ കിട്ടിയിട്ടുള്ളത്, കസ്റ്റമർക്ക് കിട്ടിയിട്ടുള്ളത്
അസുഖം കിട്ടിയിട്ടുള്ളത്, നമ്മുടെ കരിമീന് കിട്ടിയിട്ടുള്ളതൊക്കെ തന്നെ അങ്ങനെയാണ്. നമ്മൾ ആ സമയത്ത് 25-30 മോട്ടോർ സൈക്കിൾ കൊടുത്തിരുന്നു. പക്ഷെ അതിനുശേഷം ഇപ്പോൾ ഫണ്ടിൻ്റെ വിഷയം വന്നപ്പോൾ ഇത് സ്വതന്ത്രമായി ചെയ്തിരുന്ന ഭിന്നശേഷി, അന്ന് നമ്മൾ വികലാംഗ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പുരോഗമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കോർപ്പറേഷൻ വർഷത്തിലൊരിക്കലും ഒരു ക്യാമ്പ് നടത്താറുണ്ട്. മലപ്പുറത്ത് വെച്ച് അവർ കഴിഞ്ഞ വർഷം ക്യാമ്പ് നടത്തിയിരുന്നു. അപ്പോൾ അവരുടെ ക്യാമ്പ് പൊന്നാനിയിൽ വെച്ച് സംഘടിപ്പിക്കുന്നതിനുള്ള ഒരു സമ്മർദ്ദം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് പൊന്നാനിയിൽ വെച്ച് ഒരു ക്യാമ്പ് നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് 5 പൈസ ചെലവില്ലാതെ തന്നെ അവർ സഹായകരണങ്ങൾ ലഭ്യമാണ്. 50 ലക്ഷം രൂപ എങ്കിലും അവരുടെ ഭാഗത്ത് സപ്പോർട്ടീവായിട്ട് ഉണ്ടാവും. അത് സാധ്യമല്ല എങ്കിൽ നഗരസഭ തന്നെ നമ്മുടെ ഇവിടുത്തെ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള നമ്മുടെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പരമാവധി ഫണ്ട് കളക്ട് ചെയ്ത് ഈ സഹായ ഉപകരണങ്ങൾക്കായുള്ള ഒരു ക്യാമ്പ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ സംഘടിപ്പിക്കാനാണ് നഗരസഭ സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം, OP താലൂക്കാശുപത്രിയിലെ നമ്മുടെ കണ്ണ് കാണിക്കുന്നതിന് വേണ്ടി രോഗവുമായി ബന്ധപ്പെട്ടുള്ള OP മുകളിലാണ് ഞങ്ങൾക്ക് പ്രയാസം അനുഭവിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത് ഈ വിഷയം പരിഹരിക്കാൻ പോകും. അതാണ് നമ്മുടെ സ്റ്റാൻഡിംഗ് ചെയർമാൻ സൂചിപ്പിച്ചത്. നമ്മൾ അത് മുകളിലുള്ള ഒഫ്താൽമിക് OP അഥവാ നേത്രരോഗ വിഭാഗത്തിന്റെ OP താഴേക്ക് മാറ്റാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അത് കാലത്ത് ഫെബ്രുവരി മാസത്തിൽ അത് താഴത്തായിരിക്കും പ്രവർത്തിക്കും. ഇപ്പോൾ അതിന് പകരം മുകളിൽ ആശുപത്രിയിലെത്തില്ല, കുറവാണ്. അതിലൊക്കെ പല്ലുവേദന പോകും. അത് പലപ്പോഴും ഇവിടുത്തെ പ്രൈവറ്റിലാണ്. നമ്മൾ ആ കെട്ടിട ഭാഗത്ത് അഥവാ ഇപ്പോൾ നേത്ര വിഭാഗത്തിന്റെ OP പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ ഡെന്റൽ പോളിക്ലിനിക് നല്ല സംവിധാനത്തോട് കൂടിയിട്ടുള്ള ഡെന്റൽ പോളിക്ലിനിക്, ക്ലിപ്പ് ഇടേണ്ടവർക്ക് ക്ലിപ്പ് ഇട്ട് കൊടുക്കാവുന്ന സംവിധാനമുള്ള നല്ല രീതിയിലുള്ള ഒരു OP സംവിധാനത്തോട് കൂടിയിട്ടുള്ള ഒരു ഡെന്റൽ ക്ലിനിക്, ഡെന്റൽ പോളിക്ലിനിക് നമ്മൾ ആരംഭിക്കും. അത് ഏതാണ്ട് ഫെബ്രുവരി സാധ്യതകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ചെറിയ മാറ്റങ്ങൾ, നമുക്ക് അനുകൂലമായിട്ട് ചില മാറ്റങ്ങൾ, സാധ്യതകൾ മുന്നിലുണ്ട് സൂചിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. പിന്നെ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള ആളുകൾ പലരും, ഞാൻ ഈ തൊഴിലില്ലായ്മയുടെ വലിയൊരു വിഷയമുണ്ട്. നമുക്ക് ഇത് സംരംഭക സഭ നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നു. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾക്ക് ഗുണപരമായ രീതിയിൽ അത് അവർ ഇഷ്ടപ്പെടാത്ത സാഹചര്യമുണ്ട്. എന്തായാലും ബാങ്ക് മാനേജർമാരുടെ യോഗം വിളിച്ച് നമ്മുടെ NULM സംവിധാനം ഉപയോഗപ്പെടുത്തി, നഗരസഭയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തി നമുക്ക് ഈ ഭിന്നശേഷി സംരംഭ സഭ നടത്തുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അടുത്ത് തന്നെ വളരെ വൈകാതെ തന്നെ എല്ലാ ബാങ്കുകളുടെ ആളുകൾ മാനേജർമാരെയും ചേർത്ത് നമ്മുടെ ആളുകൾക്ക്, രക്ഷിതാക്കൾക്കോ അതല്ലെങ്കിൽ തൊഴിൽ ചെയ്യാൻ പറ്റാവുന്ന ഈ നമ്മുടെ വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകൾക്കോ തൊഴിൽ ചെയ്യുന്നതിന് ബാങ്കുകളുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് അവർ കൂടുതൽ സബ്സിഡിയോടുകൂടി അവർക്ക് സംവിധാനം ഒരുക്കുന്നതിനെ കുറിച്ച് നഗരസഭ ആലോചിക്കാം എന്നാണ് അതുമായി ബന്ധപ്പെട്ടത്. ഡയപ്പറിൻ്റെ കാര്യം നമുക്ക് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്താം. ഡയപ്പർ ബാങ്ക് എന്നുള്ള പ്രോജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഡയപ്പർ ആവശ്യമുള്ള ആളുകൾക്ക് സൗജന്യമായി അത് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ വസ്തുതയിൽ അല്ലേ, കുട്ടികൾ ഈ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളായതുകൊണ്ട് വീട് ഏതോ കാലത്ത് നമ്മൾ വീടുണ്ടാക്കി പോയി എന്നുള്ളതിൻ്റെ പേര് വീട്ടിൽ നിന്ന് അടക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. 2 കുട്ടികൾ ഈ വിഭാഗത്തിൽപ്പെട്ട എനിക്കറിയാവുന്ന വിഭാഗത്തിൽപ്പെട്ട 2 കുട്ടികളുള്ള ഒരു രക്ഷിതാവുണ്ട്. വീട്ടിൽ നിന്ന് അവർക്ക് അടയ്ക്കാൻ കഴിയില്ല. അപ്പൊ അവരെ കുട്ടികളെ എടുത്ത് കൊണ്ടുപോവുക, അവരെ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ, അത്തരത്തിലുള്ള ആളുകളുടെ കേസിൽ പ്രത്യേകമായി തന്നെ കൗൺസിൽ തീരുമാനമെടുത്ത് സർക്കാരിന്റെ അംഗീകാരം വാങ്ങിച്ച് പരമാവധി ഈ വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളുടെ കെട്ടിട നികുതി ഒഴിവാക്കി കിട്ടുന്നവരുടെ ഇടപെടൽ എന്നുള്ള നിലയ്ക്ക് നഗരസഭാ സമിതി ആലോചിക്കും. പിന്നെ മറ്റൊന്ന് പറഞ്ഞിട്ടുള്ളത് SC പ്രൊമോട്ടറിന്റെ വിഷയം. അതെന്തായാലും ഓരോന്നോടുകൂടി തന്നെ നമ്മൾ കാണുന്നുണ്ട്. മറ്റേ SDOന്റെ ഓഫീസ് അഥവാ പട്ടികജാതി വികസന ഓഫീസ് മുകളിൽ നിന്നും താഴേക്ക് മാറ്റുന്നത് സംബന്ധിച്ച് ഉള്ള ക്രമീകരണങ്ങൾ നമ്മൾ വരും മാസങ്ങളിൽ നമ്മൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ആലോചിച്ച് നടപ്പിലാക്കും. കാരണം അത് അവിടെ ഇപ്പം നിങ്ങൾക്കറിയാം, കൃഷിഭവൻ അതുപോലെ തന്നെ
അതിനോട് ചേർന്നിട്ട് മറ്റൊരു ഓഫീസുമാണുള്ളത്. സർക്കാർ ICDS ഓഫീസാണുള്ളത്. ICDS ഓഫീസും ഈ രണ്ട് ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറാണ്. അപ്പൊ അതിലൊരു ചെറിയ ക്രമീകരണം നടത്താൻ പറ്റുന്ന കാര്യം ആലോചിച്ചിട്ട് അതുകൂടി നമുക്ക് കുറച്ചുകൂടി നമുക്ക് കടന്നു ചെല്ലാൻ കഴിയാവുന്ന തരത്തിലുള്ള ഒരു പ്രോബ്ലം സെറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുക്കുന്നത്. ചടങ്ങിന് വേണ്ടിയല്ല ഇത്തവണ നമ്മുടെ വാർഡ്സഭ നടത്തിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്താ വിശ്വസിച്ചിട്ട് പോകാം. എന്തായാലും പറഞ്ഞതിൽ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ ഇതിൽ അതും അല്ലാത്ത കുറേ വിഷയങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ രക്ഷിതാക്കളെല്ലാവരും ഒരു ഭാഗത്ത് കൂടി എഴുതി തയ്യാറാക്കിയിട്ട് ഒരു സാധനം തരണം. അതാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം നമുക്ക് കുറിച്ചെടുക്കാൻ കഴിയും. പലവരും മനസ്സ് വെച്ച കാര്യം പറയാതെ ആണ് മടങ്ങുന്നത്. അല്ലേ? ആണ് ഞാൻ പറയാമെന്ന് വിചാരിച്ചാൽ പക്ഷെ മൈക്ക് കിട്ടിയില്ല. ഞാൻ പറയണ്ടെന്ന് വെച്ച് ചേപ്പറാണ് നമുക്ക് അല്ലേ? നമുക്ക് പിന്നെ ആൾക്കാരുടെ എനിക്ക് ഇങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ ചേപ്പറ നമുക്ക് അങ്ങനെ ജാലിയുടെ കാരണം നമ്മൾ പറയാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എഴുതി തന്നാൽ മതിയോ? എഴുതി തന്നാൽ മതി. അങ്ങനെയുള്ള ആൾക്കാർ എന്തെന്ന വിഷയങ്ങൾ എഴുതി തന്നാൽ അത് നമ്മൾ പരിഗണിക്കും. എന്തായാലും പദ്ധതിയിൽ പരമാവധി പരിഗണന നൽകി നമ്മുടെ കാര്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു കാഴ്ചപ്പാടാണ് നഗരസഭയ്ക്കുള്ളത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ആളുകളെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം അഭിവാദം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. 2000 മുതൽ 2017 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ മേഖലയിലെ പ്രത്യേകിച്ച് പൊന്നാനിയിലെ സാമൂഹ്യപരമായിട്ടുള്ള എന്നാൽ ജനിതകപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അംഗപരിമിതരാകേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വിധിക്കപ്പെട്ടിട്ടുള്ള സഹോദരന്മാരും സഹോദരിമാരും അതോടൊപ്പം തന്നെ നമ്മുടെ രക്ഷിതാക്കളായുള്ള പിതാവും മാതാവുമായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള പരിമിതികൾ അനുഭവപ്പെടുന്ന ഒട്ടേറെ പേർ പൊന്നാനി നഗരസഭാ പരിധിക്കകത്തുണ്ട് എന്നുള്ളത് ഈ മേഖലയിലെ ആളുകളുടെ വിഷയങ്ങൾ സവിശേഷമായി കൈകാര്യം ചെയ്യുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെയുള്ളവ വളരെ ഫലവത്തായ രീതിയിൽ നടപ്പിലാക്കണമെന്നുള്ള പ്രസക്തിയാണ് വിളിച്ചത്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന കേരള സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഏറ്റവും കൂടുതൽ പരിഗണന അർഹിക്കുന്ന ഒരു വിഭാഗമാണ് ഭിന്നശേഷിക്കാരായുള്ള നമ്മുടെ ആളുകൾ. അങ്ങനെ വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ പ്രശ്നങ്ങളായി തന്നെ നിലനിൽക്കുന്നുവെങ്കിൽ അത് ഒരു വികസിത കേരളത്തിൻ്റെ അല്ലെങ്കിൽ ക്ഷേമ ഐശ്വര്യങ്ങളുള്ള ഒരു നാടിൻ്റെ പ്രതീകമായിട്ട് കാണാൻ കഴിയില്ല എന്ന കാഴ്ചപ്പാടാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളമുള്ളത്. അതുപോലെ തന്നെ കേരളം ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നു ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടത്. അങ്ങനെ വരുമ്പോൾ ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു കുട്ടി ആ കുട്ടിയുടെ ഗാർഹിക അന്തരീക്ഷത്തിൽ അവന് ജീവിതം പ്രയാസമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ടോ എന്ന പരിശോധന അതിനെ നമ്മൾ നടത്തേണ്ടതായി. ഭിന്നശേഷിക്കാരനായ ഒരു കുഞ്ഞിനെ പരിപാലിച്ച് വളർത്തുന്നതിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാളുകൾ വളരെ വേദനയോടുകൂടി ചെലവിടേണ്ടി വരുന്ന മാതാപിതാക്കളുടെ വേദനയാണ്.
ആ വേദന സമൂഹത്തിന്റെ വേദനയായിട്ട് ഏറ്റെടുക്കണമെന്നാണ് സർക്കാർ നമ്മളോട് ആവശ്യപ്പെട്ടത്. അവർ നടന്നു പോകുന്ന വഴികൾ, അവർ സമീപിക്കുന്ന ഓഫീസുകൾ, അങ്ങനെ പൊതു ഇടങ്ങൾ ഉൾപ്പെടെ അവരുടെ ജീവിതക്രമത്തിൽ അവരെത്തപ്പെടുന്ന എല്ലായിടത്തും സൗഹൃദാന്തരീക്ഷം ഉണ്ടാകണം. അവന്റെ ജീവിതം ആസ്വദിക്കാൻ ഞാനും അർഹനാണെന്ന ബോധ്യത്തിലേക്ക് അവനെത്തുമ്പോൾ മാത്രമേ കേരളം അഥവാ നഗരസഭ ഭിന്നശേഷി സൗഹൃദമാകൂ എന്നതാണ് യാഥാർത്ഥ്യം. ആ ഒരർത്ഥത്തിൽ ഏതാണ്ട് 25 വർഷക്കാലമായി പൊന്നാനിയിലെ ഇടപെടലുകൾ എടുത്ത് പരിശോധിച്ചാൽ ഇടക്കാലത്ത് കോവിഡാനന്തരം നമ്മൾ ഭിന്നശേഷി മേഖലയിലെ സർവതല സ്പർശിയായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ നമുക്ക് പ്രയാസം നേരിട്ടു എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം 2022-23 കാലഘട്ടം മുതൽ തന്നെ, പ്രത്യേകിച്ച് പൊന്നാനിയിൽ നിങ്ങൾക്കറിയാം, ബഡ്സ് സ്കൂൾ എന്ന് പറയുന്ന, അത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഏതാണ്ട് 78ഓളം വരുന്ന അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്മുടെ കുട്ടികളുണ്ട്. അവരുടെ പരിചരണവും അവർക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള ചില ഇടപെടലുകളും നടത്തി അവർക്ക് ജീവിതത്തിൽ സന്തോഷം ലഭ്യമാക്കുന്നതിന് സംവിധാനം ഒരുക്കുകയാണ് നഗരസഭ ചെയ്തിട്ടുള്ളത്. ഒരു വർഷവും ഏതാണ്ട് 18-20 ലക്ഷം രൂപയാണ് ആ ഒരു സ്ഥാപനത്തിന്റെ ചെലവുകൾ നിർവഹിക്കുന്നതിന് നഗരസഭ വകയിരുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള നമ്മുടെ കുട്ടികൾ, പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾ, അവർക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിന് വേണ്ടി മാത്രം ഏതാണ്ട് 1,10,00,000 രൂപ വീതമാണ് നമ്മളിപ്പോൾ ചെലവഴിച്ചത്. അപ്പോൾ ഞാൻ എന്തിനാണ് ഈ ഫിഗറുകൾ പറയുന്നത് എന്ന് വെച്ചാൽ, ശരാശരി 2 കോടിയോട് അടുത്ത തുക നമ്മൾ ഈ മേഖലയിലെ വിവിധ കാര്യങ്ങൾക്കായി വിനിയോഗിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭ ഈ വർഷം, പ്രത്യേകിച്ച് നമ്മുടെ നഗരസഭ സെക്രട്ടറിയെയോ ചെയർമാനെയോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെയോ കാണുന്നതിന് ഓഫീസിലെത്തുന്ന ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് അവന്റെ ശാരീരികമായിട്ടുള്ള അവശതകൾ കാരണം പലപ്പോഴും സ്റ്റെപ്പുകൾ കയറി മുകളിലോട്ട് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മളത് പരിഹരിച്ചു. ആർക്കും സെക്രട്ടറിയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെയോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെയോ കാണാൻ ഇന്ന് അവിടെ ലിഫ്റ്റ് സമ്പ്രദായം നമ്മൾ ഏർപ്പെടുത്തി എന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ വളരെ സന്തോഷത്തോടു കൂടി അറിയിക്കുക. അപ്പോൾ ആ ലിഫ്റ്റിലൂടെ ചെയർമാനെ കാണണമെങ്കിൽ നിങ്ങൾ ലിഫ്റ്റിനകത്ത് കയറി രണ്ടാമത്തെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നേരിട്ട് ചെയർമാൻ്റെ ചേമ്പറിനടുത്താണ് അത്. ഒന്നമർത്തി കഴിഞ്ഞാൽ സെക്രട്ടറിയുടെ അടുത്ത്. അപ്പോൾ നോർമൽ കേസിൽ അത് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സാധ്യത അറിയാം. എന്നാൽ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന്, സഹായ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ക്യാമ്പുകൾ നടത്താൻ നമുക്ക് സാധ്യമായിട്ടില്ല എന്നുള്ളതാണ്. അത് വീൽചെയർ ആയിരുന്നാലും ട്രൈസിക്കിളായിരുന്നാലും മോട്ടോർ സൈക്കിളായിരുന്നാലും അതിനപ്പുറം അവരവർക്ക് ആവശ്യമായിട്ടുള്ള അവയവങ്ങളുടെ സപ്പോർട്ടീവായിട്ടുള്ള എക്യുപ്മെന്റ്സ് ലഭ്യമാക്കാനുള്ള ക്യാമ്പുകൾ നമ്മൾ നഗരസഭ സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ നമുക്ക് ഞാനീ പറഞ്ഞ പോലെ കോവിഡിന് ശേഷം നമുക്കത് നടത്താനായി സാധിച്ചിട്ടില്ല. എന്തായാലും നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭ അത്തരത്തിലുള്ള ഒരു ക്യാമ്പുകൾ ഈ വർഷം സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിർബന്ധമായിട്ടും അത്തരത്തിലുള്ള ക്യാമ്പുകൾ വകയിരുത്തുന്നതിനുള്ള ഫണ്ട് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്താനാണ് നഗരസഭ ഇപ്പോൾ ആലോചിക്കുന്നത്. നിർബന്ധമായിട്ട് അതുണ്ടാവും. മറ്റൊരു കാര്യം, ഈ മേഖലയിലെ
നമ്മുടെ ഭിന്നശേഷിക്കാരായ നമ്മുടെ ആളുകളും അവരുടെ രക്ഷിതാക്കളും ഒരു നിത്യവരുമാനമില്ലാതെ കഷ്ടപ്പെടുന്ന സാഹചര്യം കൂടിയുണ്ട്. അവർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള അതിനുതകുന്ന തരത്തിലുള്ള ചില പദ്ധതികൾ കൂടി ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടി നഗരസഭ ലക്ഷ്യമിടും. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ നിയമനങ്ങളിൽ പരമാവധി ഭിന്നശേഷിക്കാർക്ക് അവസരം കൊടുക്കുന്നതിനുള്ള ഒരു ശ്രമം നഗരസഭ ആരംഭിച്ചിട്ടുണ്ട്. പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ നിയമിക്കപ്പെട്ടിട്ടുള്ള ഭിന്നശേഷിക്കാരനായിട്ടുള്ള മൻസൂറിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. അപ്പൊ അങ്ങനെ നഗരസഭയിൽ തന്നെ ഭിന്നശേഷിക്കാരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അവരുടെ ഒരു ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കാനാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത്. രണ്ടുപേരടങ്ങുന്ന ഭിന്നശേഷിക്കാർ ആ ഹെൽപ്പ് ഡെസ്ക് കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്യാൻ നഗരസഭ ഉദ്ദേശിക്കുന്നു. അങ്ങനെ വരുമ്പോൾ 2 കുടുംബങ്ങൾക്ക് വരുമാനം ലഭ്യമാകുന്ന തരത്തിലേക്ക് ആ രീതിയിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെന്ന് നിങ്ങൾ പങ്കെടുത്ത് പറയുകയും അവ നമുക്ക് വികസന സെമിനാർ നടത്തുമ്പോൾ നിങ്ങളുടെ പദ്ധതികൾ ചർച്ച ചെയ്യപ്പെടുകയും അത് പ്രോജക്റ്റുകളാക്കി മാറ്റുകയും ചെയ്യുക എന്നതാണ് ഈ തരത്തിലുള്ള ഒരു വാർഡ് സഭ, സവിശേഷമായിട്ടുള്ള വാർഡ് സഭ വിളിച്ചു ചേർക്കുന്നതിന് കാരണം എന്ന് സൂചിപ്പിക്കുന്നു. എന്തായാലും പലപ്പോഴും നമ്മൾ കഴിഞ്ഞ നമ്മുടെ ഭരണസമിതിയുടെ കാലത്ത് ആരംഭിച്ചിട്ടുള്ള സ്നേഹവീതി അല്ലേ, സ്നേഹഭാഗം നമ്മുടെ ഭിന്നശേഷിക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ചലന പരിമിതിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടുകളിലേക്ക് എത്തപ്പെടാൻ വലിയ പ്രയാസമാണ്. പലപ്പോഴും റോഡുകളോ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള വഴികളോ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഫുട്പാത്തുകൾ കോൺക്രീറ്റ് ചെയ്തോ അതല്ലെങ്കിൽ മറ്റു തരത്തിലോ ഗതാഗത യോഗ്യമാക്കി വീട്ടിലെത്തിച്ചേരുന്നതിന് സഹായകരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചത്. അത്തരത്തിലുള്ള പ്രോജക്റ്റുകളുടെ സാധ്യത അനുസരിച്ച്, ആവശ്യമനുസരിച്ച് ഈ വർഷവും നമ്മൾ പദ്ധതി ഏറ്റെടുക്കുമെന്നാണ് നിങ്ങൾ അറിയിക്കാനുള്ളത്. അപ്പോൾ ഒന്നും നടപ്പിലായിട്ടില്ലെങ്കിലും ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനു വേണ്ടിയും അവരുടെ ഗാർഹികാന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് ഉതകുന്ന തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള അവർക്ക് സഹായ ഉപകരണങ്ങൾ ലഭ്യമാകുന്ന, അവർക്ക് ഗതാഗതത്തിന് ഉപകരിക്കുന്ന മോട്ടോർ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള അനുബന്ധ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനും ഉള്ള പ്രൊജക്റ്റുകൾ സംബന്ധിച്ച് നഗരസഭ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് ഇന്നത്തെ വാർഡ് സഭയിൽ പറയേണ്ടത്. അതിനുള്ള ഒരു അവസരമായിട്ടാണ് ഈ വാർഡ് സഭയെ കാണുന്നത്. നിങ്ങൾ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വാർഡ് സഭ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടുന്ന് പറയുന്നത് വിശ്വസിച്ച് പോയി വീണ്ടും അടുത്ത തവണ വിളിക്കുമ്പോൾ വന്ന് ആ രീതിയിലുള്ള ഒരു തനിയാവർത്തനമായിട്ട് ഇതിനെ കാണരുത്. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായിട്ട് ഈ വാർഡ് സഭയിൽ സജീവമായി പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ രക്ഷിതാക്കളാണ് കൂടുതൽ ഇന്നത്തെ വാർഡ് സഭയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അവരുടെ വിഷയങ്ങൾ കൂടി പരിഹരിക്കാവുന്ന തരത്തിൽ എനിക്ക് അറിയാവുന്ന കേസ് ഇപ്പോൾ അടുത്ത കാലത്ത് ബോധ്യപ്പെട്ടത്, ഡയപ്പർ സ്ഥിരമായിട്ട് വാങ്ങിക്കാൻ കഴിയാതെ കിടപ്പിലായിട്ടുള്ള ഒരു സഹോദരൻ ഡയപ്പർ വാങ്ങിക്കാൻ എൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറയേണ്ടി വരുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള വിഷയങ്ങൾ കൂടി സൂക്ഷ്മതലത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു വാർഡ് സഭയാണ് ഇത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ഇനി പറയേണ്ടത് നിങ്ങളാണ്. ആ ഒരർത്ഥത്തിൽ നിങ്ങൾ ഇടപെടണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. ഭാരവാഹികളായിട്ടിരിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഭിന്നശേഷിക്കാരുടെ ഇടയിൽ തന്നെ എത്ര കണ്ട് ഒരു സമ്മർദ്ദ ശക്തിയാവാൻ കാര്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ആത്മപരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും. കാരണം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെന്നുള്ള രീതിയിൽ പല
ആവശ്യങ്ങളുമായി മുനിസിപ്പാലിറ്റി ആയാലും മറ്റ് സർക്കാർ സംവിധാനങ്ങളുടെ മുന്നിൽ പോകുമ്പോഴും അല്ലെങ്കിൽ പ്രതിഷേധം നടത്തുമ്പോഴും പങ്കാളിത്തം എന്ന് പറയുന്നത് നമ്മുടെ ഇടയിൽ കുറവാണ്. നമ്മൾ ഒന്നോ രണ്ടോ ആളുകൾ നമ്മുടെ വിഷയങ്ങൾ അവതരിപ്പിച്ച് അതിന്റെ ഗുണഫലങ്ങൾ നമ്മൾ കിട്ടുന്നത് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ ഓരോരുത്തരും അതിന് എത്രത്തോളം എഫേർട്ട് എടുത്ത് എന്നുള്ളത് അറിയാം. വീൽ ചെയർ ഫെഡറേഷൻ അല്ലെങ്കിൽ DAWF എന്നുള്ള സംഘടനകൾ തുടങ്ങിയുള്ള സംഘടനാ നേതാക്കന്മാരുടെ നടത്തുന്നുണ്ട്, വളരെ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. പക്ഷെ ഇവർക്കൊക്കെ വേണ്ട രീതിയിലുള്ള ഒരു പിന്തുണ നമ്മൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. നമ്മുടെ വിഷയങ്ങളും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നമ്മൾ ആവശ്യപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചെയർമാൻ തുടക്കത്തിൽ പറഞ്ഞു നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ട് ഭിന്നശേഷി സംഘടനകളും ഭിന്നശേഷിക്കാരെ ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ പലതും നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് അതൊരു സത്യമായിട്ടുള്ള കാര്യം തന്നെ. അത് ഫണ്ട് ഒരു വിഷയം തന്നെയാണ്. നമുക്ക് 5% ഫണ്ടാണ് മാറ്റി വയ്ക്കാൻ പറ്റുന്നത്. പക്ഷേ നമ്മളിവിടെ ഉന്നയിക്കപ്പെടുന്ന ഇപ്രാവശ്യം കാര്യങ്ങൾ ഉന്നയിക്കുന്നത് കുറവാണ്. കഴിഞ്ഞ തവണയൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് എങ്ങനെ കൂട്ടി വെച്ച് നമ്മളത് ആ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ആ പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ ശ്രമിച്ചാലും നമ്മുടെ 5% ഫണ്ടിന് കയറി പോകും. അപ്പൊ അത് പരിഗണിച്ച് തന്നെയാണ് നമുക്ക് തദ്ദേശഭരണ സ്ഥാപനത്തിനെ സംബന്ധിച്ചിട്ട്. അപ്പൊ ചില നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ആദ്യം ഒന്ന് പറയാനുള്ളത് ചെയർമാൻ പറഞ്ഞത് തന്നെയാണ്, ഒരു ഡയപ്പർ ബാങ്ക് ഉണ്ടാക്കുകയാണെങ്കിൽ വലിയ ഹെൽപ്പായിരിക്കും. കാരണം നിർദ്ധരായിട്ടുള്ള നല്ല എക്സ്പെൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ഇടയ്ക്കിടയ്ക്ക് ദിവസം മാറ്റി വെക്കേണ്ട അവസ്ഥ വരുന്നവർക്ക് അത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഓട്ടിസം, സെർബൽ പാൾസി ഒക്കെ ഉള്ള അസുഖമുള്ള ഡിസബിലിറ്റി ഉള്ള ആളുകളുടെ പാരൻസിന് മറ്റു തൊഴിലുകൾക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഒന്ന് ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ആരും ഒരു ഭിന്നശേഷിക്കാരനും ഇത് പ്രത്യേക റിക്വസ്റ്റ് കൊണ്ട് കിട്ടിയ ഒരു കാര്യമില്ല. നമ്മുടെ എല്ലാ അവസ്ഥയാണിത്. ഇത് മാറി കിട്ടാൻ വല്ല അവസരമുണ്ട് അല്ലെങ്കിൽ വല്ല ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം അത് മാറ്റിയെടുക്കാൻ തയ്യാറാണെന്ന ആൾക്കാരാണ്. കാരണം അത്രയും നേരം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നമ്മൾ നേരിടുന്നുണ്ട് സമൂഹത്തിൽ നിന്നും സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ തന്നെ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് ഡയപ്പർ ബാങ്ക് ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യമായിട്ട്. പിന്നെ നമ്മുടെ PWD ബിൽഡിങ്ങിൽ വീൽ ചെയർ കയറാൻ പറ്റുന്ന ചില ഒരു ബുദ്ധിമുട്ട് അറിയിക്കുന്നുണ്ട് ചില ആളുകൾ. കാരണം റാമ്പ് ഉണ്ട്, പക്ഷെ ആ റാമ്പ് ഒരു ഫിനിഷിങ് അല്ല, അവിടെ ചില ഒരു പൊട്ടലുണ്ട്. അതുകൊണ്ട് വീൽ ചെയർ സുഖമായിട്ട് അത് കയറാൻ പറ്റുന്നില്ല. അതൊന്ന് ശ്രദ്ധയിൽ പെടുത്തണം. മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലെല്ലാം PWD ഉണ്ടെങ്കിൽ കൂടിയിട്ട് പോലും അതൊന്ന് ശ്രദ്ധിച്ചാൽ ഒരു സഹായമായിരിക്കും. പിന്നെ നേരത്തെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ പൊന്നാനി താലൂക്കിന്റെ പൊന്നാനി മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ വരുന്ന ആശുപത്രികളിൽ ചില ബുദ്ധിമുട്ടുകൾ ഭിന്നശേഷിക്കാർക്ക് നേരിടുന്നുണ്ട്. ആയുർവേദ ഹോസ്പിറ്റലുകളിൽ ആ ഇഷ്യൂസ് ഉണ്ടാകുന്നത് അത് വളരെ ഭംഗിയായിട്ട് ഭരണസമിതി ഇടപെട്ട് ശരിയാക്കി തന്നിട്ടുണ്ട്. കാരണം നമ്മൾ കുറ്റങ്ങൾ മാത്രമല്ലല്ലോ, ഗുണങ്ങളും പറഞ്ഞല്ലോ. നമ്മൾക്ക് ചെയ്തു തന്ന കാര്യങ്ങളും നല്ലത് പറയണം. ഇപ്പോൾ ബഡ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓഫീസ് മാറ്റ കുട്ടികളെ ടൂർ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് വഴി സൗകര്യം അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ മുനിസിപ്പാലിറ്റി ആസൂത്രണം ചെയ്തിട്ടുണ്ട്, നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചില ഗുണങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത്തരം ഗുണങ്ങൾ ഉണ്ടാകുക പോലും നമ്മളുടെ നിലനിൽപ്പ് എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടി ഇപ്പൊ നമ്മൾ എല്ലാ വർഷവും പറഞ്ഞു വരുന്നതാണ് ബങ്കറുകൾ നിർമ്മിക്കുക എന്നുള്ളത്. അത് ഇത് നടപ്പിലാക്കി കിട്ടിയിട്ടില്ല. ക്യൂസോ ബങ്കറോ അങ്ങനെ എന്തെങ്കിലും സംവിധാനം കർമ്മ അല്ലെങ്കിൽ ഇവിടെ തൂക്കുപാലക വന്ന അവിടുത്തെ അത്തരം വിപണന സാധനം അല്ലെങ്കിൽ കച്ചവട സാധ്യതയുള്ള സ്ഥലത്ത് നമ്മൾക്ക് ബങ്കറുകൾ അനുവദിച്ച് തരണം എന്നുള്ളൊരു റിക്വസ്റ്റ് ആണ് വയ്ക്കുന്നത്. അത് കാരണം തൊഴിൽ കിട്ടിക്കഴിഞ്ഞാൽ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ഓരോരുത്തർക്കും കഴിയും. കാരണം നമ്മൾ ഒരുപാട് സാമഗ്രികൾ ഈ ഭിന്നശേഷിക്കാർക്ക് സഹായകരമായിട്ടുള്ള ഉപകരണങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പെട്ട ചില കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റാതായിട്ടുള്ള കാര്യങ്ങൾ, വീൽ ചെയർ അല്ലെങ്കിൽ സ്കൂട്ടർ, അതുപോലെ തന്നെ സ്റ്റിക്ക്, ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾ കണ്ണട, ബ്രെയിൽ വാച്ച്, ലാപ്ടോപ്പ് തുടങ്ങിയുള്ള സംഗതികൾ. അപ്പൊ അതിലിപ്പോ ചെയർമാൻ പറഞ്ഞ 2 കോടിയോളം രൂപ നമ്മൾ ഏകദേശം ചെലവാക്കി മേഖലയിലുള്ളത്. അപ്പോൾ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം, സംസ്ഥാനത്ത് ഒരു ഭിന്നശേഷി കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരുമായി സഹകരിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റി ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേമാതിരി കൂടിയിട്ട് ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് കോർപ്പറേഷൻ ഭിന്നശേഷിക്കാർക്ക് ഇത്തരം എക്യുപ്മെന്റ്സുകൾ കൊടുക്കുന്നുണ്ട്.
വീൽ ചെയർ അടക്കമുള്ള സാധനങ്ങൾ, ബ്രെയിഡ് അല്ലെങ്കിൽ ബ്രെയിൻ വാച്ച്, സ്റ്റിക്ക്, വീൽ ചെയർ, ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഈ കോർപ്പറേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരുടെ സഹകരണത്തോടു കൂടി ആകുമ്പോൾ ഇപ്പൊ നമ്മൾ ഈ സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ വേണ്ടി ഒരു 20 ലക്ഷം രൂപയാണ് മാറ്റി വയ്ക്കുന്നത്, അല്ലെങ്കിൽ 30 ലക്ഷം രൂപയാണ് മാറ്റി വയ്ക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കോർപ്പറേഷന്റെ സഹായത്തോടു കൂടി ആ ഫണ്ട് നമുക്ക് മറ്റൊരു പദ്ധതിയിലേക്ക് മാറ്റി വയ്ക്കാൻ കഴിയും. അതൊരു വലിയൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. കാരണം ഈ ഫണ്ടിന്റെ ഒരു ബുദ്ധിമുട്ടുള്ളതാണ് ഞാനത് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു ക്യാമ്പ് നമുക്ക് പൊന്നാനി സംഘടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ, ഇപ്പൊ പറഞ്ഞ കണക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് എന്നുള്ളത് അത് കോർപ്പറേഷൻ വഴി തന്നെ കോർപ്പറേഷന്റെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും, മുനിസിപ്പാലിറ്റി ഫണ്ട് അല്ലാതെ. ആ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് മറ്റു രീതി പറഞ്ഞ ബങ്കറുകൾ, നടപ്പിലാക്കാത്ത പല പദ്ധതികളുണ്ട്. ബങ്കറുകൾ, സ്വയം തൊഴിൽ യൂണിറ്റുകൾ, അല്ലെങ്കിൽ സ്വയം തൊഴിൽ പരിശീലന ക്ലാസ്സുകൾ നമുക്ക് തുടങ്ങാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു സംഗതി, പൊന്നാനി മുനിസിപ്പാലിറ്റി പരിധിയിൽ വരുന്ന 21 കാറ്റഗറി ഭിന്നശേഷിക്കാർ, നമ്മുടെ പ്രഥമ ദൃഷ്ടിയെ കാണുന്ന ബ്ലൈൻഡോ അല്ലെങ്കിൽ ഓർത്തോ എംപയർഡ് ആയിട്ടുള്ള ആളുകളോ അല്ലാതെ തന്നെ ഈ 21 കാറ്റഗറിയിൽ അഡ്രസ് ചെയ്ത് അവരുടെ ലിസ്റ്റ് കറക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. എന്നിട്ട് അത് വേർതിരിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങളും ആവശ്യകതകളെയും നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ അത്തരത്തിലായിരിക്കണം പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ. അപ്പൊ ഈ പറഞ്ഞ കണക്ക് ആ ലിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പൊന്നാനി മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ വരുന്ന സ്കില്ല്, ഏതൊക്കെ മേഖലയിൽ സ്കില്ല് തെളിയിച്ചവരുണ്ടോ, കഴിവ് തെളിയിച്ചവരുണ്ട്, അവരുടെയൊക്കെ ഒരു സെപ്പറേറ്റ് ലിസ്റ്റ് എടുത്തുകൊണ്ട് ആ ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട്, ഉദാഹരണം പറയുന്നത് എത്ര ആർട്ടിസ്റ്റുകളുണ്ട്, എത്ര എഡ്യൂക്കേഷൻ സൈക്കോളജി കഴിഞ്ഞവർ എത്രയുണ്ട്, അല്ലെങ്കിൽ ലിറ്ററേച്ചർ സാഹിത്യത്തിൽ ബിരുദമുള്ളവർ എത്രയുണ്ട്, അല്ലെങ്കിൽ ഡിപ്ലോമ ഓരോ മേഖലയിൽ ഡിപ്ലോമ ഉള്ളവർ, കമ്പ്യൂട്ടർ കോഴ്സുകൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ തരത്തിൽ നൈപുണ്യ വികസനം ഓരോ മേഖലയിലും കഴിവ് തെളിയിച്ചവരെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് അവരെ വെച്ച് ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് പൊതുമേഖല നമ്മുടെ പൊന്നാനിയിൽ ഒരുപാട് സുമനസ്സുകളായിട്ടുള്ള ആളുകളുണ്ട്. മാത്രമല്ല നമുക്ക് ചെയർമാന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ രവിശങ്കറിന്റെ നേതൃത്വത്തിൽ തന്നെ ഇവരുമായി ഈ പൊതുമേഖലയിൽ ബിസിനസ് ചെയ്യുന്ന കടകൾ, ഇൻഡസ്ട്രിയലുകൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലെ ഓണേഴ്സുമായി അവരുടെ ഒരു മീറ്റിംഗ് വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ ഇന്ന സ്കില്ലുള്ള ആളുകളുണ്ട്, ഇന്ന എഡ്യൂക്കേഷൻ ഉള്ള ആളുകളുണ്ട്, നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇവർക്ക് ഒരു തൊഴിൽ കൊടുക്കാൻ പറ്റുമോ, അപ്പോൾ അതിന് നമ്മുടെ ഭിന്നശേഷിക്കാർക്ക് എന്താണ് പോരായ്മ, അതിനുള്ള ട്രെയിനിങ്ങൾ കൊടുക്കാനുള്ള ഈ മേഖല എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകളുണ്ട്. അവരെയും കൂടി കണ്ടെത്തിക്കൊണ്ട് ഈ ഓരോ ആളിനെയും ഗ്രൂപ്പ് ചെയ്തുകൊണ്ട്, ഭിന്നശേഷിക്കാരെ ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് തൊഴിൽ കൊടുക്കുക. അതും മുനിസിപ്പാലിറ്റിയുടെ വിജയം തന്നെയാണ്. ഇപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് തന്നെ കിട്ടണം, മുനിസിപ്പാലിറ്റി തന്നെ ആനുകൂല്യങ്ങൾ കിട്ടണം എന്നുള്ള വാശി നമുക്ക് ഏവർക്കുമില്ല. മുനിസിപ്പാലിറ്റി നേതൃത്വം നമ്മുടെ നഗര പിതാവ് എന്ന് ചെയർമാനെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നഗരസഭ നമ്മുടെ ഒരു വീട് പോലെ കണ്ടുകൊണ്ട് ആ വീടിന്റെ ചുമതലയാണ് ആ വീട്ടിൽപ്പെട്ട ഓരോ അംഗങ്ങളുടെ ക്ഷേമം. അത് ഏതെല്ലാം വഴികൾ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പഠനവിധേയമാക്കി ഈ മേഖലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘടനകളുണ്ട്. അവരുമായി കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് സഹകരണം അവരുടെ കൂടി സഹകരണം ഉറപ്പുവരുത്തിക്കൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എന്തൊക്കെ സ്കില്ലുകളുണ്ട്, അപ്പൊ ഇതിന് കുറെ നമുക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ കഴിയും. കുറെ നമ്മുടെ ഈ ഫണ്ട് 5% ഫണ്ടിൽ നമ്മൾ ഒരിക്കലും ഈ മീറ്റിംഗിൽ പോലും ഈ ഒരു സഭയിൽ പോലും നമുക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കാൻ പറ്റില്ല. അത് പോസിബിൾ അല്ലാതെ വിശ്വസിക്കുന്ന വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇത്തരത്തിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്, പിന്നെ അതുപോലെ സ്റ്റാർട്ടപ്പുകൾ, ഇപ്പൊ കുറച്ച് മുന്നേ രണ്ടാഴ്ച മുന്നേ ഒരു വ്യവസായ സഭ പൊന്നാനി മുനിസിപ്പാലിറ്റി നടത്തി. അത് കണക്ക് ഭിന്നശേഷിക്കാരുടെ സംരംഭത്വം വളർത്താൻ വേണ്ടി വ്യവസായ വകുപ്പ് പോലുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ സഹകരണത്തോടു കൂടി ഈ മേഖലയിൽ സ്കില്ലുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നിട്ട് അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മുനിസിപ്പാലിറ്റി ചെയ്തു കൊടുക്കുക. അതിന് സ്വകാര്യ വ്യക്തികളും അല്ലെങ്കിൽ ഈ മേഖലയിലെ മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടു കൂടി കൂടുതൽ മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ കൊടുക്കുക. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മളൊക്കെ സാമ്പത്തികമായിട്ട് ഭദ്രത നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു തൊഴിൽ കിട്ടിയാൽ പിന്നെ എനിക്ക് തിരിച്ചറിയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരു ബ്രെയിലി വാച്ച് മേടിക്കാനോ ഒരു സ്റ്റിക്ക് മേടിക്കാനോ മുനിസിപ്പാലിറ്റി അപേക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു രീതിയിലോട്ട് നമ്മുടെ തന്നെ ജീവിത നിലവാരം മാറ്റിയെടുക്കാൻ ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള ഒരു മുനിസിപ്പാലിറ്റി തന്നെയാണ് പൊന്നാനി. പക്ഷെ ഭിന്നശേഷി സ്വയംപര്യാപ്തമായിട്ടുള്ള ഒരു മുനിസിപ്പാലിറ്റി ആവാൻ ഉള്ള ശ്രമം ഈ ഒരു സീസണിലേക്ക് ചെയ്യണമെന്നുള്ളൊരു അപേക്ഷ വയ്ക്കുകയാണ്.
ആ സ്വയം ആക്കാനുള്ള ശ്രമം അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക, ട്രെയിനിങ് കിട്ടിയ ആളുകളെ വർഗീകരിച്ചുകൊണ്ട് അവരെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ഏതൊക്കെ മേഖലയിലേക്ക് അവസരങ്ങൾ കൊടുക്കാൻ കഴിയും. അപ്പോൾ അതിനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, 2 പേർക്ക് തൊഴിൽ കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് പ്രൈവറ്റ് മേഖലയൊക്കെ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഞാൻ ഉദാഹരണം ചുമതലയിട്ട് ചെയർമാൻ സദ്യയിലോട്ട് വരുത്തണോ, സമയം ബുദ്ധിമുട്ടുണ്ടോന്ന് അറിയില്ല, എന്നാൽ പറയാണ് ജ്വല്ലറികൾ അങ്ങനെയുള്ള ഒരുപാട് വലിയ വലിയ സ്ഥാപനങ്ങൾ നമ്മുടെ ഇവിടെ ഉണ്ട്. ഇവിടെ എല്ലാം ബാക്ക് നെറ്റ്വർക്കുകൾ നടക്കുന്നുണ്ട്, ടെലികോളിംഗ് പോലുള്ള സംവിധാനങ്ങൾ. ഇതെല്ലാം ഫിസിക്കലായിട്ട് വലിയ എഫേർട്ട് ഇല്ല. അപ്പൊ ഇവിടെ ഇത്തരം സ്ഥാപനങ്ങളുമായിട്ടുള്ള മേധാവികളുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് അവിടെ എല്ലാം നമ്മുടെ ആളുകളെ ട്രെയിൻ ചെയ്തെടുത്ത് ആ ടെലികോളിംഗ് ഡിപ്പാർട്ട്മെന്റിലോട്ടോ മാർക്കറ്റിംഗ് മറ്റു വിഭാഗങ്ങളിലേക്ക് ഫിസിക്കലായിട്ടുള്ള തന്നെ മാർക്കറ്റിംഗ് മേഖല, അങ്ങനെ ഏതൊക്കെ മേഖലയിലേക്ക് ഇവർക്ക് അവസരങ്ങൾ തേടി കൊടുക്കാൻ പറ്റും അതെല്ലാം മുനിസിപ്പാലിറ്റി വിജയമാണ് എന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. നമ്മൾക്ക് തൊഴിൽ കിട്ടുക, നമുക്ക് സാമ്പത്തികമായി നമ്മൾ പുരോഗതി ഉണ്ടാവുക എന്നതാണ്. പിന്നെ ഒരു പരാതിയായിട്ട് പറയാനുള്ള കാര്യം, മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ചില സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന താൽക്കാലിക ജീവനക്കാരിൽ നിന്നുണ്ടാകുന്ന അവഗണന നമ്മുടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയിലെ പ്രവർത്തിക്കുന്ന ആളുകളിൽ ഒരുപാട് പരാതികൾ നമ്മളെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം മേഖലയിലുള്ള താൽക്കാലിക ജീവനക്കാർ PSC ഉള്ള ആളുകൾ പലപ്പോഴും നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. പക്ഷെ താൽക്കാലിക ജീവനക്കാരിൽ നിന്നും വളരെ മോശമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് കൊല്ലം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് 14ഓളം പരാതികൾ നമുക്ക് ഓഫീസിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാകുന്നത് താൽക്കാലികമായിട്ടുള്ള ആളുകളാണ്. ഇതിലും ഏറ്റവും വലിയ ദുഃഖകരമായിട്ടുള്ള കാര്യം ചെയർമാന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, 1 or 2 തവണ ഭിന്നശേഷിക്കാരോട് മോശമായിട്ട് പെരുമാറിയതിന്റെ പേരിൽ ക്ഷമ പറഞ്ഞിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇത് വീണ്ടും ആവർത്തിക്കുന്നത്. എന്താണ് ഇവരുടെ ഉള്ളിൽ ചേതോരുകാരെന്നത് മനസ്സിലാവാനായിട്ടില്ല. പക്ഷെ അത് അവർക്കൊരു അവയർനെസ് കൊടുക്കണമെന്ന് വീണ്ടും പറയാനുള്ളത് ഒരു ഫൈനലായിട്ട് പറയാനുള്ള കാര്യമാണ്. കാരണം RPD ആക്ട്, റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട്, അത് വളരെ കർശനമായിട്ടുള്ള നിയമമാണ്. അതിന്റെ കീഴിൽ തന്നെ കേരളത്തിൽ ഒരു ഭിന്നശേഷി കമ്മീഷണർ വർക്ക് ചെയ്യുന്നുണ്ട്. അത് മറ്റ് മനുഷ്യാവകാശ കമ്മീഷൻ പോലെ ഒരു ഓർഡർ ഉള്ള കമ്മീഷനല്ല, ഒരു സെമി ജുഡീഷ്യൽ അധികാരമുള്ള കമ്മീഷനാണ്. അതായത് ഇനി ഇത്തരം ഓഫൻസുകൾ ഭിന്നശേഷിക്കാരോട് ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരെ ഡയറക്റ്റ് നടപടി എടുക്കാനും അവരെ മറ്റ് ശിക്ഷാ നടപടികൾ എടുക്കാനും അധികാരപ്പെട്ട ഒരു കമ്മീഷനാണ്. അപ്പോൾ അത്തരത്തിലുള്ള നിരന്തര പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അവരെ വിളിച്ചു കൂട്ടി ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസത്തോട്ടോ ചെയർമാന്റെ നേതൃത്വത്തിൽ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരെ വിളിച്ചുകൊണ്ട് മോശമായി ജനങ്ങളോട് പെരുമാറരുത് എന്നതിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പണ്ട് 5-6 വർഷം മുന്നേ നടന്നിരുന്ന കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ ഇല്ല. കാരണം സർക്കാർ ജീവനക്കാർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ താൽക്കാലിക ജീവനക്കാർക്ക് റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട്, പണ്ട് PWD ആക്ട് ആവുന്ന കാലത്തും അതിന്റെ ഒരു അവയർനെസ് ക്ലാസ് കൊടുത്തായിരുന്നു. നിയമത്തെ പറ്റി ബോധമില്ലാത്തതുകൊണ്ട് നമ്മളോട് പെരുമാറി സാറേ ഞാൻ നിയമം അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ഒരു വാദം ഉന്നയിക്കാറുണ്ട്. അപ്പൊ അത് ഉന്നയിക്കാതിരിക്കാൻ വേണ്ടിയും ഈ ആളുകളെ പറ്റി എങ്ങനെ കെയർ ചെയ്യണം എന്നതിനെ പറ്റിയും ഇവർക്ക് ബോധവൽക്കരിക്കാൻ വേണ്ടി പ്രോപ്പറായിട്ട് RPD ആക്ട് അറിയാവുന്ന ആളുകളുണ്ട്. ഞങ്ങൾക്കെല്ലാം അത് ആക്ട് അറിയുന്നതാണ്. അപ്പൊ അത് അറിയാവുന്ന ആളുകളെ പറ്റിയിട്ട് വെച്ചുകൊണ്ട് തന്നെ വരും ക്ലാസ് എടുത്ത് ഇതിൽ ഉണ്ടാവുന്ന അനന്തര ഫലങ്ങളെ പറ്റി പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ഇത് ഇത് നിരന്തരം ആവർത്തിക്കുന്ന ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ഒരു പ്രിവിലേജ് കാർഡ് മുനിസിപ്പാലിറ്റി ഇഷ്യൂ ചെയ്തു തരണം എന്നുള്ളത് വ്യക്തിയാണ്. ഇത് കേരളത്തിലെ പല മുനിസിപ്പാലിറ്റികളും നമ്മുടെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി അടക്കം നടപ്പിലാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ പ്രിവിലേജ് കാർഡുണ്ടെങ്കിൽ കാത്തു നിൽക്കാതെ പല സ്ഥാപനങ്ങളിലും ഭിന്നശേഷിക്കാർക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ആശുപത്രി പോലുള്ള സ്ഥലങ്ങളെല്ലാം ആ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. മെഡിക്കൽ കോളേജിലടക്കം നമുക്ക് പാസ് ഇല്ല, പക്ഷേ താലൂക്ക് ആശുപത്രിയിൽ പാസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രിവിലേജ് കാർഡ് നമുക്ക് ഉറപ്പ് വരുത്തണം. അത് ആ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ ആ കാർഡ് മേടിച്ച് വായിക്കുന്ന ജീവനക്കാർക്ക് എന്താണെന്നുള്ള ബോധം വരുത്താനുള്ള അവയർനെസ് കൊടുക്കണം എന്നുള്ളത് കൂടി അവതരിപ്പിക്കുകയാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സ്കില്ല് ഓറിയന്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ മുനിസിപ്പാലിറ്റി നേതൃത്വം നടക്കണം. പിന്നെ ഞങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സംരംഭകൻ ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു ലോൺ കിട്ടാനുള്ള ബുദ്ധിമുട്ട് വലിയ ഒരു പരിമിതിയാണ്. പല ബാങ്കുകളും നമുക്ക് തരില്ല, അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾ പോലും നമുക്ക് ഫണ്ട് തരാൻ തയ്യാറല്ല. അപ്പോൾ കഴിയുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ധനസഹായം മുനിസിപ്പാലിറ്റി ഞങ്ങൾക്ക് ചെറിയ സ്റ്റാർട്ടപ്പുകൾ, ചെറിയ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ചെയ്തു തരണം, ഒരു സാമ്പത്തിക സഹായം ചെയ്തു തരണം.
അതുപോലെ തന്നെ കൂട്ടായിട്ടുള്ള യൂണിറ്റുകൾ, അതൊരിക്കലും ചെയർമാനുമായി സംസാരിച്ചപ്പോൾ അത് മൊത്തത്തിൽ അത് അതിനെപ്പറ്റി ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു 10-50 ഭിന്നശേഷിക്കാരെ കൂട്ടിക്കൊണ്ട് ഒരു യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാം. അവരുടെ പ്രൊഡക്റ്റ് അത് മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനം കണ്ടെത്തുക. അപ്പോൾ നമ്മുടെ റേഷൻ ഷോപ്പുകൾ, ക്യാഷ് സ്റ്റോർ തുടങ്ങിയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ തന്നെ മറ്റ് വാർഡ് കൗൺസിലർമാരുടെ സഹായത്തോടു കൂടി ഈ യൂണിറ്റിൽ ഭിന്നശേഷിക്കാരുണ്ടാക്കുന്ന വസ്തുക്കൾ എന്താണെന്ന് വെച്ചാൽ അത് മാർക്കറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രക്ചറും ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഒരു സ്റ്റാർട്ടപ്പ്, ഒരു മുനിസിപ്പാലിറ്റി തന്നെ മേൽനോട്ടത്തിലോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ആക്കിയോ എങ്ങനെയായിട്ടും അത് മുനിസിപ്പാലിറ്റിയിലെ ഒരു നേതൃത്വം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് എടുത്തുകൊണ്ട് ആ കാര്യം ചെയ്തു തരണമെന്ന് പറയുകയാണ്. പിന്നെ പറഞ്ഞ പോലെ പ്രിവിലേജ് കാർഡ് ദയവ് ചെയ്ത് തരണം. പിന്നെ നമുക്ക് വേണ്ടി മുനിസിപ്പാലിറ്റി തന്നെ UDID കാർഡിന്റെ ഇത് വെച്ച് ഒരു ക്യാമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുവഴി ഒരുപാട് ആളുകൾക്ക് UDID കാർഡ് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ചെയ്തത് നല്ല കാര്യങ്ങളിൽ പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മൾക്ക് നേരിടുന്ന ഈ ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റുകൾ പൊതുവിടങ്ങളിൽ ഉണ്ടാക്കണം. അത് കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് ചെയ്തു തരണം. പിന്നെ ഈ ആശുപത്രിയിലെ ക്ലിനിക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇത്തരം ഓർത്തോ എംപ്ലോയ്മെന്റായിട്ടുള്ള ആളുകൾക്ക് അത് ഒരു ബുദ്ധിമുട്ടാണ്. അതിനൊപ്പം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ചില ജീവനക്കാർ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട, ഇപ്പൊ നമുക്ക് ഈ മുനിസിപ്പാലിറ്റിയിൽ ഈ ലിഫ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് നേരിട്ടൊരു പ്രശ്നം, SC ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ഡിസബിലിറ്റിയുള്ള ആള് താഴെ വന്നപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അവര് താഴേക്ക് ഇറങ്ങി വരാൻ വ്യവസ്ഥ കൂട്ടാക്കിയില്ല. അതിൽ പറഞ്ഞ വളരെ ദയനീയമായിട്ടുള്ള കാര്യം ചെയർമാന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ ആൾക്കല്ലേ കാലില്ലാത്തുള്ളൂ, ഇയാളെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ കാലില്ലല്ലോ, ഒരു കയറി വന്നുകൂടെയാണ്. അപ്പൊ ഇങ്ങനെ നിഷേധപരമായി RPD ആക്ടിന്റെ വയലേഷൻ നടത്തുന്ന താൽക്കാലിക ജീവനക്കാർക്ക് എവിടുന്നാണ് ധൈര്യം കിട്ടുന്നത് ഒന്ന് പരിശോധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ അത് ഗുരുതരമായിട്ട് മുനിസിപ്പാലിറ്റി എടുക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടികളായിട്ട് അത്തരം ആൾക്കാർക്കെതിരെ മുന്നോട്ട് പോകും. അതുകൂടി അറിയിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങളുടെ ഒരു ഭിന്നശേഷിക്കാരനെ കല്യാണം കഴിച്ചു എന്നതിന്റെ പേരിൽ അയാളുടെ ഭാര്യയോ, ഒരു ഭിന്നശേഷിക്കാരനെ പ്രസവിച്ചു എന്നതിന്റെ പേരിൽ അവന്റെ അമ്മയോ, അവന്റെ സഹോദരനായി പോയെന്ന് കരുതി മറ്റൊരു തരം കഷ്ടപ്പെടാനോ അല്ലെങ്കിൽ ഇത്തരം ഹരാസ്മെന്റിന് വിധേയപ്പെടരുത്. പ്രത്യേകിച്ച് നമ്മുടെ ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള മുനിസിപ്പാലിറ്റിയാണ്. ഇതൊന്നും വ്യക്തിപരമായിട്ട് ചെയർമാനോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ ഒന്നും അറിഞ്ഞിട്ട് നടക്കുന്ന കാര്യമല്ല എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. ഇതെല്ലാം ഓരോ ആളുകളുടെ മനസ്സിന്റെ, അവരുടെ ഇടുങ്ങിയ മനസ്സിന്റെ ചിന്താഗതിയാണ്. ഈ ചെയ്യുന്ന ആളുകളുടെ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഇടുങ്ങിയ ചിന്താഗതി എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. പക്ഷെ ഇനി മേലാൽ ഇതെല്ലാം മനസ്സിന് ഒരുപാട് ദുഃഖം ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട്. അത് വളരെ വേദനയോട് കൂടിയാണ് പറയുന്നത്. ഇങ്ങനെ പറയാനുള്ള ഒരു സങ്കടത്തിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. കാരണം ഇങ്ങനെയെല്ലാം നമ്മളോട് പറയുമ്പോൾ തനിക്ക് എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ തനിക്ക് ഇപ്പോൾ ഈ ഇതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളൊക്കെ ആളുകൾ പറയുന്നത് എന്തൊക്കെയോ നേടിയിട്ട് ഒരുപാട് ഗവൺമെന്റ് ലക്ഷങ്ങൾ ആനുകൂല്യങ്ങൾ മേടിച്ചിരിക്കുന്ന ആളുകളാണ് ഭിന്നശേഷിക്കാരെന്ന് ഞങ്ങളുടെ കുടുംബക്കാരെന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് കിട്ടുന്നത് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള കുത്തുവാക്കുകളോട് കിട്ടുമ്പോൾ വലിയ കഷ്ടമാണ്. പൊന്നാനി മുനിസിപ്പൽ ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റാണ്. അവതരിപ്പിച്ച പോലെ എല്ലാ ചോദ്യവും ഉത്തരം മുട്ടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒരുപാട് അവസരങ്ങളും ഇതിനു മുന്നേ നമ്മൾ പ്രോസസ്സാണ്. പക്ഷെ കഴിയുന്നതും സമയബന്ധിതമായിട്ട് ഭിന്നശേഷിക്കാരുടെ കാര്യം നടപ്പിലാക്കി തരണം. നമ്മൾ ഒരു 20 വർഷം മുന്നേ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊന്നും നമുക്കില്ല. അത് നിസ്സംശയം പറയാൻ കഴിയും. നമ്മൾ ഒരുപാട് പരാതികൾ പുറത്തേക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് പോലും മാറി വന്ന ഗവൺമെന്റുകളും നിലവിലെ ഗവൺമെന്റുകളും നമ്മൾക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു ജീവിത നിലവാരം നമുക്കിവിടെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അത് നമ്മൾ ഓർക്കുന്നുണ്ട്, അത് വിസ്മരിക്കുന്നില്ല, അത് തള്ളിക്കളയുന്നില്ല. ഇന്ന് സമൂഹത്തിൽ ഓരോ ഭിന്നശേഷിക്കാരനെയും ഒരു 20 വർഷമോ അല്ലെങ്കിൽ 15 വർഷമോ ഒരു 10 വർഷമോ മുന്നേ കണ്ട പോലെ എല്ലാ ഭിന്നശേഷിക്കാരനെ കാണുന്നത്. നമ്മളൊക്കെ അതിൻ്റെതായിട്ടുള്ള റെസ്പെക്ട് കിട്ടുന്നുണ്ട്. നമുക്ക് സ്കില്ലുള്ളവരാണ് അംഗീകരിക്കുന്നുണ്ട്. നമ്മൾ ഈ സമൂഹത്തെ ഭാഗമാണെന്ന് ആൾക്കാർ അംഗീകരിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ പരിപാടികളും നമ്മുടെ പ്രവൃത്തികളെ ഉൾപ്പെടുത്തുന്നുണ്ട്. നമുക്ക് വേണ്ടി പരിപാടികൾ നിരവധി പരിപാടികൾ മുനിസിപ്പാലിറ്റി മറ്റ് സംവിധാനങ്ങൾ നടത്തുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് അംഗീകാരങ്ങൾ തന്നെയാണ്. നമ്മളതിനെ ചേർത്ത് നിർത്തുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇനിയും കിട്ടേണ്ടതാണ്. ദയവ് ചെയ്ത് ഇതെല്ലാം ഞങ്ങൾക്ക് നടത്തി തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. താങ്ക് യു. വാർഡ് സഭയിൽ
സുനിത, അതുപോലെ തന്നെ ബുഷ്ര, അസ്ന, നമ്മുടെ ശ്രീരാജ്, വീൽചെയർ പ്രസിഡന്റിന്റെ ഫെഡറേഷന്റെ പ്രതിനിധി അഷ്കർ ഉൾപ്പെടെ നമ്മുടെ മേഖലയിൽ അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചോദിക്കും. എന്തായാലും നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ വാർഷിക പദ്ധതി ശ്രീരാജ് സൂചിപ്പിച്ച പ്രിവിലേജ് കാർഡ് ഈ വർഷം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മാർച്ചിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഏത് സ്ഥാപനം, ഇപ്പോൾ നമ്മുടെ KSEB ഒരു കറണ്ട് ബില്ല് അടയ്ക്കാൻ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടി വീട്ടിലുള്ള രക്ഷിതാവിന് പോയാൽ ഈ കാർഡ് അവിടെ കാണിച്ചു കൊടുത്താൽ നിങ്ങൾ വലിയ വേഗം തന്നെ ബില്ല് അടയ്ക്കാൻ പറ്റും. വാട്ടർ അതോറിറ്റിയിലായാലും അങ്ങനെ ആശുപത്രിയിൽ പോയാലും നമ്മൾ ഈ രക്ഷിതാവ് ഈ പ്രയോറിറ്റി കാർഡ് കൊടുത്താൽ വീട്ടിൽ ഇങ്ങനെ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു നമ്മുടെ ഭിന്നശേഷിക്കാരനായ ഒരു കുഞ്ഞുണ്ട് എന്ന മുൻഗണന അവർക്ക് കൊടുക്കുന്നതിനുള്ള നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാർഡ് നമ്മളത് സാധ്യമാക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കിട്ടും. സാധാരണ ഈ UDID കാർഡൊക്കെ നിങ്ങളുടെ കൈവശം ഉണ്ട് അല്ലേ? കുട്ടികളുണ്ട്, നമ്മൾ ക്യാമ്പ് നടത്തിയിട്ട് കിട്ടാനുള്ളവരുണ്ട്. അത് നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡാണ്. അതിനപ്പുറത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതി പറയാം. നമ്മുടെ കുഞ്ഞിനെ വീട്ടിൽ അല്ല തൊട്ടടുത്ത് ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് നേരിട്ട് പോയാൽ അതുവഴി ഈ സാധനം അവിടെ കാണിച്ചാൽ നിങ്ങളെ ആദ്യം കിട്ടും. ആ രീതിയിൽ പൊന്നാനി താലൂക്കിലെ എല്ലാ ഓഫീസ് മേധാവികളുടെയും യോഗം വിളിച്ച് അതിനുശേഷമായിരിക്കും നമ്മൾ ഈ കാർഡ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ സപ്ലൈ ഓഫീസിൽ പോവുക, എല്ലാവരും വീടുന്നുണ്ടാവും. ഈ കാർഡ് ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടിയെ വീട്ടിൽ നിന്ന് നിർത്തിയിട്ടാണ് ഞാൻ വരുന്നത് എന്നുള്ള ചോദ്യത്തിലേക്ക് അവർ മാറും. അത് നമ്മൾ അവരെ ആ രീതിയിലുള്ള ഒരു ഡയറക്ഷൻ നമ്മൾ കൊടുക്കും. അപ്പോൾ ഈ വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകിയിട്ട് പ്രോജക്റ്റ് തുടർന്ന് മാർച്ചിന് മുമ്പായിട്ട് നമുക്കത് നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് അറിയിക്കാൻ. മറ്റൊന്ന്, ഇതിൽ പലവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ വീട്ടിലേക്കുള്ള വഴി അത് പ്രയാസം അനുഭവിക്കുന്നതാണ് എന്നുള്ളത്. എന്തായാലും നമ്മൾ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നമ്മൾ തുടങ്ങി വെച്ച സ്നേഹപാത നമ്മൾ ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്കുള്ള പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിന് വലിയ പ്രയാസം നേരിടാറുണ്ട്. ചിലപ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ അത് ആവശ്യമായിട്ടുള്ള ഒരാൾക്ക് ഈ വിവരം അറിയാതെ പോകും. അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു മുൻഗണനാ ലിസ്റ്റ് തയ്യാറാക്കി എത്ര പേർക്കാണ് അങ്ങനെ വീട്ടിലേക്ക് വഴി പ്രയാസമായിട്ടുള്ളത്, അത് ചെയ്തു കൊടുക്കാൻ കഴിയുന്നുള്ളത് കൃത്യതയോട് കൂടിയിട്ട് കണക്ക് നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെ അനൗൺസ്മെന്റ് വരുമ്പോൾ അതല്ലെങ്കിൽ കൗൺസിലർമാർ മുഖാന്തരം നമ്മളത് സംഭരിക്കുമ്പോൾ നിങ്ങളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു അപേക്ഷ തയ്യാറാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ പലവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ശ്രീരാജ് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് മറ്റുള്ളവർ പറഞ്ഞതിനെ കോട്ട് ചെയ്തിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 4 തവണ നമ്മൾ ഭിന്നശേഷി വിഭാഗത്തിലുള്ള ഈ ഭരണസമിതി ശേഷം 4 തവണ ചേർന്നില്ല. ഏതാണ്ട് 1.5 വർഷക്കാലത്ത് നമ്മൾ കോവിഡ് കാലമാണ്. ഇപ്പോൾ 4 വർഷം ആവണം. അപ്പം അത്രയും 3 വർഷത്തേക്ക് പറ്റും. നമുക്ക് നഗരസഭയ്ക്ക് ലഭ്യമാണത് പറയുന്നതിൽ അർത്ഥമില്ല. 7 കോടി രൂപ. എത്ര 7 കോടി. 2 കോടി രൂപ 7 കോടിയിൽ എത്ര ഭാഗം, എത്ര ശതമാനം? 20% കൂടുതലില്ലേ? അപ്പം 5% അല്ല നഗരസഭ വയ്ക്കുന്നത്, അത് കൂടുതൽ നഗരസഭ ഫണ്ട് വയ്ക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പരിമിതിയുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മളെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ഈ അവസാന വർഷം എന്നുള്ള മുൻഗണന നൽകി നിങ്ങളുടെ വിഷയങ്ങൾ എന്താ പറയുക ചെറിയ രീതിയിലേക്ക് ഒരു 50% നിങ്ങളുടെ വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ട് പടിയിറങ്ങുമ്പോൾ, ഈ ഭരണസമിതി പടിയിറങ്ങുമ്പോൾ ഒരു വളരെ സന്തോഷത്തോടു കൂടി ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞ ഒരു ബോധത്തിലാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നമുക്ക് ഈ സഹായോപകരണങ്ങൾ, മോട്ടോർ സൈക്കിൾ ഉൾപ്പെടെയുള്ള സഹായോപകരണങ്ങൾ സാധാരണഗതിയിൽ മുമ്പ് നമ്മൾ ചെയ്തിരുന്നത് ഈ കെൽട്രോണുമായി സഹകരിച്ച് കെൽട്രോൺ ക്യാമ്പ് നടത്തും. അവരുമായി സഹകരിച്ചിട്ട് എത്രയാണോ കണ്ടെത്തുന്നത്, അങ്ങനെയാണ് നമ്മുടെ കുറേ ആളുകൾ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ കിട്ടിയിട്ടുള്ളത്, കസ്റ്റമർക്ക് കിട്ടിയിട്ടുള്ളത്, അൻഷൂറിനൊക്കെ കിട്ടിയിട്ടുള്ളത്, നമ്മുടെ കരീമിന് കിട്ടിയിട്ടുള്ളതൊക്കെ തന്നെ അങ്ങനെയാണ്.
നമ്മൾ ആ സമയത്ത് 25-30 മോട്ടോർ സൈക്കിൾ കൊടുത്തി. പക്ഷെ അതിനുശേഷം ഇപ്പോൾ ഫണ്ടിൻ്റെ വിഷയം വന്നപ്പോൾ ഇത് സ്വതന്ത്രമായി ചെയ്തിരുന്ന ഭിന്നശേഷി, അന്ന് നമ്മൾ വികലാംഗ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പുരോഗമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കോർപ്പറേഷനുണ്ട്. കോർപ്പറേഷൻ വർഷത്തിലൊരിക്കലും ഒരു ക്യാമ്പ് നടത്താറുണ്ട്. മലപ്പുറത്ത് വെച്ച് അവർ കഴിഞ്ഞ വർഷം ക്യാമ്പ് നടത്തിയിരുന്നു. അപ്പോൾ അവരുടെ ക്യാമ്പ് പൊന്നാനിയിൽ വെച്ച് സംഘടിപ്പിക്കുന്നതിനുള്ള ഒരു സമ്മർദ്ദം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് പൊന്നാനിയിൽ വെച്ച് ഒരു ക്യാമ്പ് നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് 5 പൈസ ചെലവില്ലാതെ തന്നെ അവർ സഹായകരണങ്ങൾ ലഭ്യമാണ്. 50 ലക്ഷം രൂപ എങ്കിലും അവരുടെ ഭാഗത്ത് സപ്പോർട്ടീവായിട്ട് ഉണ്ടാകും. അത് സാധ്യമല്ല എങ്കിൽ നഗരസഭ തന്നെ നമ്മുടെ ഇവിടുത്തെ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള നമ്മുടെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പരമാവധി ഫണ്ട് കളക്ട് ചെയ്ത് ഈ സഹായ ഉപകരണങ്ങൾക്കായുള്ള ഒരു ക്യാമ്പ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ സംഘടിപ്പിക്കാനാണ് നഗരസഭ സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം, OP താലൂക്ക് ആശുപത്രിയിലെ നമ്മുടെ കണ്ണ് കാണിക്കുന്നതിന് വേണ്ടി രോഗങ്ങൾ ബന്ധപ്പെട്ടുള്ള OP മുകളിലാണ് ഞങ്ങൾക്ക് പ്രയാസം അനുഭവിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത് ഈ വിഷയം പരിഹരിക്കാൻ പോകും. അതാണ് നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൂചിപ്പിച്ചത്. നമ്മൾ അത് മുകളിലുള്ള ഒഫ്താൽമിക് OP അഥവാ നേത്രരോഗ വിഭാഗത്തിന്റെ OP താഴേക്ക് മാറ്റാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അത് അടുത്ത ഫെബ്രുവരി മാസത്തിൽ അത് താഴത്തായിരിക്കും പ്രവർത്തിക്കും. ഇപ്പോൾ അതിന് പകരം മുകളിൽ താലൂക്ക് ആശുപത്രിയിൽ എത്തില്ല, കുറവാണ്. അതിലൊക്കെ പല്ലുവേദന പോകും. അത് പലപ്പോഴും ഇവിടുത്തെ പ്രൈവറ്റിലാണ്. നമ്മൾ ആ കെട്ടിട ഭാഗത്ത് അഥവാ ഇപ്പോൾ നേത്ര വിഭാഗത്തിന്റെ OP പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ ഡെന്റൽ പോളിക്ലിനിക് നല്ല സംവിധാനത്തോട് കൂടിയിട്ടുള്ള ഡെന്റൽ പോളിക്ലിനിക്, നമ്മൾ ക്ലിപ്പ് ഇടേണ്ടവർക്ക് ക്ലിപ്പ് ഇട്ട് കൊടുക്കാവുന്ന സംവിധാനമുള്ള നല്ല രീതിയിലുള്ള ഒരു OP സംവിധാനത്തോട് കൂടിയിട്ടുള്ള ഒരു ഡെന്റൽ ക്ലിനിക്, ഡെന്റൽ പോളിക്ലിനിക് നമ്മൾ ആരംഭിക്കും. അത് ഏതാണ്ട് ഫെബ്രുവരിയിൽ സാധ്യമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ചെറിയ മാറ്റങ്ങൾ, നമുക്ക് അനുകൂലമായിട്ട് ചില മാറ്റങ്ങൾ, സാധ്യതകൾ മുന്നിലുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. പിന്നെ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള ആളുകൾ പലരും, ഞാൻ ഈ തൊഴിലില്ലായ്മയുടെ വലിയൊരു വിഷയമുണ്ട്. നമുക്ക് ഇത് സംരംഭക സഭ നമ്മൾ നടത്തിയിരുന്നു. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾക്ക് ഗുണപരമായ രീതിയിൽ അത് അവർ ഇഷ്ടപ്പെടാത്ത സാഹചര്യമുണ്ട്. എന്തായാലും ബാങ്ക് മാനേജർമാരുടെ യോഗം വിളിച്ച് നമ്മുടെ NULM സംവിധാനം ഉപയോഗപ്പെടുത്തി, നഗരസഭയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തി നമുക്ക് ഈ ഭിന്നശേഷി സംരംഭ സഭ നടത്തുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അടുത്ത് തന്നെ വളരെ വൈകാതെ തന്നെ എല്ലാ ബാങ്കുകളുടെ ആളുകൾ മാനേജർമാരെയും ചേർത്ത് നമ്മുടെ ആളുകൾക്ക്, രക്ഷിതാക്കൾക്കോ അതല്ലെങ്കിൽ തൊഴിൽ ചെയ്യാൻ പറ്റാവുന്ന ഈ നമ്മുടെ വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകൾക്കോ തൊഴിൽ ചെയ്യുന്നതിന് ബാങ്കുകളുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് അവർ കൂടുതൽ സബ്സിഡിയോടുകൂടി അവർക്ക് സംവിധാനം ഒരുക്കുന്നതിനെ കുറിച്ച് നഗരസഭ ആലോചിക്കാം എന്നാണ് അതുമായി ബന്ധപ്പെട്ടത്. ഡയപ്പറിൻ്റെ കാര്യം നമുക്ക് വാർഷിക പദ്ധതിയിൽ ഒപ്പിക്കാം. ഡയപ്പർ ബാങ്ക് എന്നുള്ള പ്രോജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഡയപ്പർ ആവശ്യമുള്ള ആളുകൾക്ക് സൗജന്യമായി അത് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ വസ്തുതയിൽ അല്ലേ, കുട്ടികൾ ഈ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളായതുകൊണ്ട് വീട് ഏതോ കാലത്ത് നമ്മൾ വീടുണ്ടാക്കി പോയി എന്നുള്ളതിൻ്റെ പേര് വീട്ടിൽ നിന്ന് അടക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. 2 കുട്ടികൾ ഈ വിഭാഗത്തിൽപ്പെട്ട, എനിക്കറിയാവുന്ന നമ്മുടെ വിഭാഗത്തിൽപ്പെട്ട 2 കുട്ടികളുള്ള ഒരു രക്ഷിതാവുണ്ട്. വീട്ടിൽ നിന്ന് അവർക്ക് അടയ്ക്കാൻ കഴിയില്ല. അപ്പൊ അവരെ കുട്ടികളെ എടുത്ത് കൊണ്ടുപോവുക, അവരെ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ, അത്തരത്തിലുള്ള ആളുകളുടെ കേസിൽ പ്രത്യേകമായി തന്നെ കൗൺസിൽ തീരുമാനമെടുത്ത് സർക്കാരിന്റെ അംഗീകാരം വാങ്ങിച്ച് പരമാവധി ഈ വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളുടെ കെട്ടിട നികുതി ഒഴിവാക്കി കിട്ടുന്ന ഒരു ഇടപെടൽ എന്നുള്ള നിലയ്ക്ക് നഗരസഭ സമിതി ആലോചിക്കും. പിന്നെ മറ്റൊന്ന് പറഞ്ഞിട്ടുള്ളത് SC പ്രൊമോട്ടറിന്റെ വിഷയം. അതെന്തായാലും ഓരോന്നോടുകൂടി തന്നെ നമ്മൾ കാണുന്നുണ്ട്. മറ്റേ SDOന്റെ ഓഫീസ് അഥവാ പട്ടികജാതി വികസന ഓഫീസ് മുകളിൽ നിന്നും താഴേക്ക് മാറ്റുന്നത് സംബന്ധിച്ച് ഉള്ള ക്രമീകരണങ്ങൾ നമ്മൾ വരും മാസങ്ങളിൽ നമ്മൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ആലോചിച്ച് നടപ്പിലാക്കും. കാരണം അത് അവിടെ നിങ്ങൾക്കറിയാം, കൃഷിഭവനും അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് മറ്റൊരു ഓഫീസുമാണുള്ളത്. സർക്കാർ ICDS ഓഫീസാണുള്ളത്.
ICDS ഓഫീസും ഈ രണ്ട് ഗ്രൗണ്ട് ഫസ്റ്റ് ഫ്ലോറാണ്. അപ്പൊ അതിൽ ചെറിയ ക്രമീകരണം നടത്താൻ പറ്റുമോ എന്ന കാര്യം ആലോചിച്ചിട്ട് അതുകൂടി നമുക്ക് കുറച്ചുകൂടി നമുക്ക് കടന്നു ചെല്ലാൻ കഴിയാവുന്ന തരത്തിലുള്ള ഒരു പ്രോബ്ലം സെറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുക്കുന്നത്. ചടങ്ങിന് വേണ്ടിയല്ല ഇത്തവണ നമ്മളെ വാർഡ്സഭ നടത്തിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്താ വിശ്വസിച്ചിട്ട് പോകാം. എന്തായാലും പറഞ്ഞതിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ ഇതിൽ അതൊന്നും അല്ലാത്ത കുറേ വിഷയങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ രക്ഷിതാക്കൾ എല്ലാവരും ഒരു ഭാഗത്ത് കൂടി എഴുതി തയ്യാറാക്കിയിട്ട് ഒരു സാധനം തരണം. അതാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം നമുക്ക് കുറിച്ചെടുക്കാൻ കഴിയും. പലവരും മനസ്സ് വെച്ച കാര്യം പറയാതെ ആണ് മടങ്ങുന്നത്. അല്ലേ? ആണ് ഞാൻ പറയാമെന്ന് വിചാരിച്ചാൽ പക്ഷെ മൈക്ക് കിട്ടിയില്ല. ഞാൻ പറയാമെന്ന് വെച്ച് ചേപ്പറാണ് അല്ലേ? നമുക്ക് പിന്നെ ആൾക്കാരുടെ എനിക്ക് ഇങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ ചേപ്പറ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ജാലിയുടെ കാരണം നമ്മൾ പറയാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എഴുതി തന്നാൽ മതിയോ? എഴുതി തന്നാൽ മതി. അങ്ങനെയുള്ള ആൾക്കാർ എന്തെന്ന വിഷയങ്ങൾ എഴുതി തന്നാൽ അത് നമ്മൾ പരിഗണിക്കും. എന്തായാലും പദ്ധതിയിൽ പരമാവധി പരിഗണന നൽകി നമ്മുടെ കാര്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു കാഴ്ചപ്പാടാണ് നഗരസഭയ്ക്കുള്ളത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ആളുകളെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം അഭിവാദം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സന്തോഷം തോന്നി. CDMC-യിൽ ഇപ്പോൾ നിലവിൽ 2 ഇതാണ് നടക്കുന്നത്, ഫിസിയോതെറാപ്പിയും സ്പീച്ചും. സൈക്കോളജിക്ക് ആളുണ്ടായിരുന്നു, ആളിപ്പോൾ പോയി. ഇപ്പം ഞാൻ കഴിഞ്ഞ 2 പ്രാവശ്യം വാർഡസഭയിൽ വന്നതാണ്. നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഇല്ലാന്ന്. അപ്പോൾ ഈ 2 ഒഴിവിക്കും ആളെ കൊണ്ടുവരണം. കാരണം ഞങ്ങളുടെ കുട്ടികൾക്ക് സ്പീച്ചിന് ആവശ്യമില്ല, അതേപോലെ തന്നെ അവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഒരുപാട് കുട്ടികൾക്ക് സൈക്കോളജിയും സ്പെഷ്യൽ എഡ്യൂക്കേഷനും ആവശ്യമുള്ള ഒരുപാട് കുട്ടികൾ അവിടെ വരുന്നുണ്ട്. അപ്പം അവരെ കൊണ്ട് എന്താ പറയുക, പാരൻസിന് ഞങ്ങൾക്ക് ഇങ്ങനൊരു സഭയിൽ പറഞ്ഞാൽ കിട്ടുന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളിന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യം പറയാതെ തന്നെ ഇടവരാതിരിക്കട്ടെ, അടുത്ത പ്രാവശ്യം പറയാൻ ഇതേപോലെ. ഉയർന്നു വന്ന നിർദ്ദേശം ഉൾക്കൊള്ളും. നഗരസഭയ്ക്ക് എന്ത് തന്നെ CDMC-ക്ക് ചെയ്താലും മതിയില്ല എന്ന് ധരിക്കുന്നവരാണ്. അതിനുള്ള റിസൾട്ടും ഉണ്ട്. ആ CDMC അത്രയും സംസ്ഥാനത്ത് തന്നെ മാതൃകയായ ഒരു പ്രോജക്റ്റായിട്ട് കാണുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ അവിടെ വർക്ക് ചെയ്തിരുന്ന കുട്ടി ഇപ്പോൾ ഗൾഫിൽ ജോലിക്ക് പോയതാണ്. അതിൻ്റെ നിയമനം അടുത്ത് തന്നെ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ അതിനൊരു പ്രൊസീജിയറൊക്കെ ഉണ്ടല്ലോ. ഇന്റർവ്യൂ നടത്തി അപേക്ഷ സ്വീകരിച്ച് അങ്ങനെയല്ലേ ചെയ്യാൻ കഴിയുള്ളൂ. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും ഏറ്റവും അടുത്ത് അത് തന്നെ അതിൻ്റെ നടപടികൾ പൂർത്തീകരിക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇതിൻ്റെ വിപുലീകരണം എന്ന രീതിയിൽ താലൂക്കാശുപത്രിയിലെ പരിമിതിയൊക്കെ നിങ്ങൾക്ക് പോയ ആളുകൾക്ക് അറിയുണ്ടാവും. നമ്മൾ പുതിയ ബിൽഡിംഗ് എടുത്തു. അതിൻ്റെ ഫർണിഷിംഗ് പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ടെൻഡർ കൊടുത്തിരിക്കുകയാണ്. അത് ടെൻഡർ നടപടി പൂർത്തീകരിച്ച് എന്തായാലും ഒരു 10-20 ദിവസത്തിനുള്ളിൽ നമുക്ക് അത് ഷെഡ് ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. അപ്പോൾ കൂടുതൽ നമുക്ക് അത് സംബന്ധിച്ച കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഇടപെടലുകൾ തന്നെയാണ് നടത്തുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മികവുള്ളത് തന്നെയാണ്. അടുത്ത വർഷം നിങ്ങൾക്ക് വേറെ വ്യത്യസ്തമായ നിർദ്ദേശങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം. അതാണ് നമ്മുടെ വാർഡ്സഭ. അതാണ് ജനകീയമായ വികസനം എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾ ജനങ്ങളാൽ നിർദ്ദേശങ്ങളാൽ ഉയർന്നു വരുന്ന പദ്ധതികൾക്ക് മാത്രമേ ജീവനുള്ള പദ്ധതികളായി ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള ജീവനുള്ള പദ്ധതികൾ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ജനകീയമായ ഇത്തരം സഭകളൊക്കെ നഗരസഭ വിളിച്ചു ചേർക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഔപചാരികമായി നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ ഈ പദ്ധതിയുടെ നിർവഹണ ഉദ്യോഗസ്ഥ കൂടിയായ ICDS സൂപ്പർവൈസർ രശ്മി സംസാരിക്കും. കഴിഞ്ഞ വാർഡ്സഭ, കഴിഞ്ഞ ഭിന്നശേഷി വാർഡ്സഭ 24-25 വാർഷിക പദ്ധതിയിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഈ ഹാളിൽ വെച്ച് ചേർന്ന സഭയിൽ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന നിർദ്ദേശങ്ങൾ ചിലതെങ്കിലും പദ്ധതികളാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാകും. പദ്ധതിയുടെ അപേക്ഷാ ഫോം വിതരണം ചെയ്തു. നിർവഹണത്തിൻ്റെ ഘട്ടത്തിലാണ്. ഇവിടെ ചെയർമാൻ നേരത്തെ സൂചിപ്പിച്ചു, 2 കോടിയോളം രൂപയുടെ വിവിധ പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ കഴിഞ്ഞു വരുന്നു.
തൊട്ടു മുന്നേ സംസാരിച്ച ശ്രീരാജ് സൂചിപ്പിച്ച ചില ക്രിയാത്മകമായ ചില നിർദ്ദേശങ്ങളുണ്ട്. അതിൽ ശാശ്വതമായ ഭിന്നശേഷി വിഭാഗത്തിൻ്റെ ചേർത്ത് നിർത്തലിനൊപ്പം തന്നെ അവരുടെ ശാക്തീകരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കണമെന്ന നിർദ്ദേശമാണ്. അത് കഴിഞ്ഞ വാർഡസഭയിൽ ഉയർന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നശേഷി വിഭാഗത്തിലെ ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി, സ്വയം തൊഴിൽ തുടങ്ങുന്നതിന് വേണ്ടി, ബങ്കുകൾ, തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് ആലോചിച്ചു. അങ്ങനെ ഈ നടപ്പ് വർഷം ബങ്കുകൾ, ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ തൊഴിൽ ഇടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ബങ്കുകൾ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ധനസഹായം ത്തിനുള്ള പദ്ധതി രൂപീകരിക്കുകയും അതിന് നിർവഹണ ഘട്ടത്തിലാണ്. കുറേ അപേക്ഷകൾ അത് സംബന്ധിച്ച് വന്നിട്ടുണ്ട്. ആ അപേക്ഷകളൊക്കെ തന്നെ പരിശോധിച്ച് ഇപ്പോൾ ലിസ്റ്റായിരിക്കുകയാണ്. ഏതായാലും മാർച്ച് 31-നുള്ളിൽ ഇവിടെ നിങ്ങൾ ഉയർത്തിയ ഈ തൊഴിൽ സംരംഭങ്ങൾ, ബങ്കുകളുടെ ഒരു പ്രോജക്റ്റ് നിർവഹണം നടത്താൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അത് കുറേ ആളുകൾ അപേക്ഷ തന്നിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ നിർവഹണം ഈ 2-3 മാസത്തിനുള്ളിൽ നടക്കും. അതോടൊപ്പം തന്നെയാണ് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഈ സംരംഭകത്തെ സംബന്ധിച്ച് സർക്കാർ തന്നെ ചെറുതും വലുതുമായ ധാരാളം സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി വിവിധ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നഗരസഭയിലും ഈ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കഴിഞ്ഞ വർഷം, ഈ നടപ്പ് വർഷം നടപ്പിലാക്കുകയാണ്. 75% സബ്സിഡിയോടുകൂടി പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു. ആ അപേക്ഷ ക്ഷണിച്ചതിന് മേലെ അത് നിർവഹണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ പലരും ചിലപ്പോൾ അപേക്ഷ തന്നിട്ടുണ്ടായിരിക്കും. എന്തായാലും ഈ നടപ്പ് വർഷം അത് നല്ല പോലെ ഭംഗിയായി നടക്കും. അടുത്ത വർഷത്തെ പദ്ധതിയിലും അത്തരം നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആയിട്ടുണ്ട്. അത് കൂടുതൽ വിവരപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഈ നമ്മുടെ നഗരസഭയിലെ 100-ൽ പരം കുടുംബങ്ങളിലെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ക്ഷേമത്തിന് ചെറുതാത്ത ഒരു ഇടപെടൽ നഗരസഭയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. കാരണം നിങ്ങൾ തന്നെ ഉയർത്തി വന്ന കഴിഞ്ഞ വാട്സപ്പിൽ പറഞ്ഞ ചില സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മുടെ ബഡ്സ് സ്കൂളിലും അതുപോലെ തന്നെ നമ്മുടെ നഗരത്തിലെ വിവിധ സ്ഥാപനങ്ങളിലായി ഉള്ള രജിസ്റ്റർ ചെയ്ത ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും മുതിർന്നവരും 45 വയസ്സ് വരെയുള്ള കുട്ടികളടക്കം നമ്മുടെ ബഡ്സ് സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അങ്ങനെ 100ഓളം വരുന്ന രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് വലിയ രീതിയിലുള്ള സ്കോളർഷിപ്പ് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. 100ഓളം കുടുംബങ്ങൾക്ക് നമ്മുടെ സഹായം എത്തിക്കാൻ നമുക്ക് കഴിയും. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൽ തന്നെ മാതൃകയായ നമ്മുടെ CDMC-യുടെ പ്രവർത്തനം താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ച് നടക്കുന്നു. 1 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഭിന്നശേഷി സ്വഭാവം പ്രകടിപ്പിച്ച കുട്ടികളെ അവരെ യഥാർത്ഥ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലുള്ള വിവിധ തെറാപ്പികൾ കൊടുത്ത് അവരെ യഥാർത്ഥ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്ന യാഥാർത്ഥ്യത്തിലാണ് നമ്മൾ ഈ അടുത്ത് പറ്റുന്നത്. അതും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ്. അതിൻ്റെ ഒരു വലിയ റിസൾട്ട് നമുക്ക് നഗരസഭയ്ക്ക് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അതിനുവേണ്ടി നമ്മൾ ലക്ഷക്കണക്കിന് രൂപയാണ് അതിന് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിനെ കൂടുതൽ വിപുലപ്പെടുത്താൻ വേണ്ടി താലൂക്ക് ആശുപത്രിയിൽ നിന്നും നമ്മുടെ പടാരി MES കോളേജിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ ഫർണിഷിംഗ് വർക്കുകളുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് അതിലേക്ക് കടക്കുകയാണ്, ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ 1 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള ഭിന്നശേഷി സ്വഭാവമുള്ള കുട്ടികൾ വേണ്ടത്ര രീതിയിലുള്ള നല്ല ചികിത്സ നൽകി അവരെ യഥാർത്ഥ അസുഖം മുഴുവനായി മാറ്റി യഥാർത്ഥ ഒരു ജീവിതത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു വലിയ പ്രക്രിയ നമ്മുടെ നഗരസഭ പദ്ധതി പണം കൊണ്ട് ചെലവഴിച്ചുകൊണ്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിവിധ തലങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. കൂടുതൽ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കൂടി കടക്കാൻ ഇപ്പോൾ ഭിന്നശേഷി ടോയ്ലറ്റിനെ കുറിച്ച് നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ വാട്സപ്പിൽ ഉയർന്നു വന്നു. അപ്പോൾ അതിൻ്റെ വർക്ക് ടെൻഡറായി നഗരസഭയിൽ ഭിന്നശേഷി ടോയ്ലറ്റിൻ്റെ നിർവഹണ ഘട്ടത്തിലാണ്. എന്തായാലും ഒരു 10-15 ദിവസത്തിനുള്ളിൽ അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കും എല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്
നിങ്ങളുടെ വാർഡ് സഭയിൽ നിന്ന് ഉയർന്നു വന്ന കഴിഞ്ഞ വർഷം ഉയർന്നു വന്ന നിർദ്ദേശങ്ങളിൽ കുറേയൊക്കെ പദ്ധതികളാക്കി കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാർച്ച് 30 ആവുന്നതോടുകൂടി അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. കുറേ പദ്ധതികൾ നിർവഹണത്തിൻ്റെ പൂർത്തീകരണത്തിൽ എത്തും എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അടുത്ത വർഷത്തെ കുറേ നിർദ്ദേശങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വളരെ ക്രിയാത്മകമായ കുറേ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അതെല്ലാം നല്ലപോലെ ചർച്ച ചെയ്ത് പദ്ധതിയാക്കി കൊണ്ടുവരാനുള്ള ഇടപെടൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് എല്ലാം തന്നെ ഈ കുറേ കാര്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. നഗരസഭ ചെയർമാൻ അത് നിങ്ങളുമായി സംസാരിക്കും.